ചക്ക അടിച്ചു വെച്ചേക്കുന്ന ഇത് വരട്ടാം. ഇച്ചിരി വെന്ത് കഴിഞ്ഞിട്ട് ശർക്കര പാനി വയ്ക്കാവേ. വെട്ടമില്ലട ഇവിടെ. ആദ്യം നമുക്ക് ചക്ക ഒന്ന് വേവിക്കാം. അടിച്ചു വെച്ചേക്കണതാണ്. എന്നാലും ഒന്ന് വേവിച്ചിട്ടാണെങ്കിൽ പിന്നെ ശർക്കര പാനി ഇട്ട് നല്ല ഇതാക്കി എടുക്കാം. ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് ഇച്ചിരി വേവട്ടെ കേട്ടോ. ഇതൊക്കെ 2 മുക്കൽ ഇടുന്നേ. 2 മുക്കൽ ഒരെണ്ണം ഇത് ഒരെണ്ണം തന്നെ 2 മുക്കൽ ഇടുവോ? ചിറ്റ എഴുതുന്നു, നീ ഇത് എഴുതുന്നോ? ഇവന് എംപോസിഷൻ കിട്ടിയാന്ന് തോന്നുന്നല്ലോ. ടീച്ചറിനെ വിളിച്ച് പറയണം ചിറ്റയാണ് എഴുതി കൊടുത്തു വിടുന്നേന്ന്. എങ്ങോട്ടാ വീഡിയോ ഒതുങ്ങിയിരുന്നോ? ഇതെങ്ങാനും ദേഹത്ത് തെറിച്ച പരിപാടി കഴിയുമ്പോഴേക്കും കയ്യും കാലൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. ഇത് എന്റെ കയ്യിലും കാലിലൊക്കെ തെറിച്ച് വിടേണ്ടത്. നല്ല സുഖമുണ്ട്. നമുക്ക് ശർക്കര ഒഴിക്കാം. കയ്യൊക്കെ ചക്ക നന്നായിട്ട് വരുന്നു. അതുകൊണ്ട് എന്റെ ദേഹത്തൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എന്റെ ഷേപ്പ് മാറുവേ. തൽക്കാലം ഇത്ര നിൽക്കട്ടെ. നോക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് തെറിക്കത്തില്ല. വെള്ളമായല്ലോ. ഇനി ഇത് പറ്റി കഴിയുമ്പോൾ ഏലക്കയും ജീരകവും പൊടിച്ചെടുക്കാം കേട്ടോ. അതിനകത്ത് ചേർക്കാൻ നമുക്ക് ഏലക്കയും ജീരകവും പൊടിച്ചെടുക്കാവേ. കുറച്ച് വരുമ്പോഴേക്കും വെളുക്കാൻ വഴിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടിയത് ഇപ്പം ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ. തെറിച്ച് കയ്യൊക്കെ ഒരു പരുവായി. കുറച്ച് നേരം കൂടെ ഇരിക്കുമ്പോൾ ശരിയാവും. നെയ്യ് ചേർക്കാം. പിന്നെ ഏലക്കയും ജീരകവും പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ. ഏലക്കയും ജീരകവും പൊടിച്ചിടാവേ. ആദ്യം ചക്ക വരട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ടേ അട ഉണ്ടാക്കാനുള്ള വെച്ചിട്ട് ബാക്കി പാത്രത്തിലാക്കി കേട്ടോ.